ഹലോ. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഐ എ അല്ലെങ്കിൽ സി എം ബി ഏതെങ്കിലും കേസുകളിൽ ഐ എയോ അല്ലെങ്കിൽ സി എം ബിയോ ഒക്കെ പെറ്റീഷൻസ് നമുക്ക് ഇടണമെങ്കിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അതിനായി ഡാഷ്ബോർഡിൽ കയറുക, ഫയലിംഗ് നിന്ന് എടുക്കുക, അതിൽ സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള പെറ്റീഷൻ ഫയലിംഗ് എടുക്കുക, അതിൽ സ്റ്റാർട്ട് ഫയലിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഓൺലൈൻ പെറ്റീഷൻ ഓർ ഐ എ എന്നുള്ളത് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഏത് കോടതിയിലാണോ കേസ് ആ ജില്ല എടുക്കുക. അതിനുശേഷം എറണാകുളം ജില്ലയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ഏത് കോടതിയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ക്രിമിനൽ എം പി ഫയൽ ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ, എം പി പെറ്റീഷൻസ് എന്തെങ്കിലും ഇടുന്നതിൻ്റെയാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് ഏത് ടൈപ്പ് ഓഫ് കേസാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കമ്മിറ്റൽ പ്രൊസീഡിങ്സിനകത്ത് ഒരു പെറ്റീഷൻ ടു കണ്ടിന്യൂ സെയിം ബെയിൽ ബോണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുക, സെർച്ച് കൊടുക്കുമ്പോൾ കേസിൻ്റെ പേര് വരും. അതിൽ നിന്ന് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും നമുക്കിതേപോലെ 6 ഓപ്ഷൻസ് വരും. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. ഫയലിംഗ് ത്രൂ ഐ എ, ആര് അഡ്വക്കേറ്റാണോ പാർട്ടി ഇൻ പേഴ്സണാണോ ഐ എ. ഇപ്പോൾ ക്രിമിനൽ എം പി ആണ്, ക്രിമിനൽ കേസ് ആയതുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പെറ്റീഷൻ സെയിം ബെയിൽ ബോണ്ട് പെറ്റീഷൻ എന്നുള്ളത് നോക്കിയപ്പോൾ സെയിം ബെയിൽ ബോണ്ട് പെറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ ഫേർണിഷ് ബെയിൽ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബെയിൽ ഫേർണിഷ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് ഞാൻ ആ പ്രെയറും അതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. ഓർഡിനറി ആണ്, കസ്റ്റഡി അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു. അപ്പോൾ വീണ്ടും എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ എറർ ഉണ്ടായിരുന്നു, അതാണ് റെഡ് കളറിൽ കാണിച്ചത്. കഴിഞ്ഞപ്പോൾ പാർട്ടി ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സ്റ്റേറ്റും പിന്നെ അതിൻ്റെ അപ്പുറത്ത് അക്യൂസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അക്യൂസ് ഏതാണെന്ന് വെച്ചാൽ അക്യൂസിൻ്റെ പേര് കൊടുത്തു. നേരെ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 2 പാർട്ടീസും ആയി. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നപ്പോഴേക്കും അവിടെ 2 ഓപ്ഷനുകൾ. ഒന്നിൽ നമുക്ക് പെറ്റീഷൻ അവിടെ ജസ്റ്റ് ടെംപ്ലേറ്റ് ഓൾറെഡി ഉണ്ട്. അവിടെ നമുക്ക് എന്താണ് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള പെറ്റീഷൻ്റെ ഇത് മാത്രം അവിടെ ടൈപ്പ് ചെയ്ത് വിടാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ PDF ആക്കി പെറ്റീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോർഷനിൽ അപ്ലോഡ് പെറ്റീഷൻ എന്ന് കാണിക്കുന്നിടത്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ ടെംപ്ലേറ്റിലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ച പെറ്റീഷൻ അത് കയറ്റി വിടുക. അപ്പോൾ ഞാനപ്പോൾ അതിനകത്ത് എൻ്റെ ടൈറ്റിലൊക്കെ ഞാൻ കോസ്റ്റ് ടൈറ്റിലും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. കോസ്റ്റ് ടൈറ്റിൽ വ്യത്യാസമുള്ളതും പിന്നെ ടൈറ്റിൽ എഴുതുന്നതിനകത്ത്. അപ്പോൾ ഞാൻ അപ്ലോഡ് പെറ്റീഷൻ അതിനാണ് ചെയ്യുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്തതിനുള്ള പെറ്റീഷൻ അവിടെ സേവ് ചെയ്ത് PDF ആക്കി വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തു. ഞാൻ വിത്ത് സ്റ്റാമ്പോട് കൂടിയാണ് കയറ്റി വിട്ടത്. അപ്പോൾ പെറ്റീഷൻ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡ് ആയി കഴിയുമ്പോൾ അവിടെ കാണിക്കും ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന്. അടുത്തത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കയറ്റി വിടാണെങ്കിൽ ഡോക്യുമെൻറ്റ്സാണ് അവിടെ വിടുന്നത്. പിന്നെ ഫീ അടയ്ക്കണമെങ്കിൽ നേരിട്ട് അടയ്ക്കുക. അപ്പോൾ ഞാൻ ഓഫ്ലൈൻ പേയ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഓഫ്ലൈൻ പേയ്മെൻറ്റ് ഒന്ന് കൊടുത്തു. അപ്പോൾ പിന്നെ അടുത്തത് ഡോക്കറ്റ് സേവ് ചെയ്യാനായിട്ട് ഡോക്കറ്റും സേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രോസസ്സൊക്കെ എല്ലാം കഴിഞ്ഞു. ഈ റീജനറേറ്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കുറേ പെറ്റീഷൻസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. അതല്ലെങ്കിൽ റീജനറേറ്റ് ഇൻഡെക്സ് കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫൈനൽ ഓപ്ഷനായിട്ട് ഗെറ്റ് OTP കൊടുക്കുമ്പോൾ OTP നമ്മുടെ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ നോക്കി പേസ്റ്റ് ചെയ്യുമ്പോഴേക്കും സബ്മിറ്റ് സക്സസ്ഫുള്ളി. അപ്പോൾ ഐ എ നമ്പർ എഴുതിയിട്ട് വേണം നമ്മൾ ആ പെറ്റീഷൻ കൊണ്ട് കോടതി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഐ എയോ CMB ഒക്കെ ഇടാനായിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്.